ഹലോ ഓൾ, +1 ബോർഡ് എക്സാം റിസൾട്ട് ഇതാ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. റിസൾട്ട് വന്നതിന് ശേഷം നമ്മളിതാ ആദ്യമായിട്ടാണ് കണ്ടുമുട്ടുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ അതിഗംഭീരമായ മാർക്കുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മെസ്സേജുകൾ അയച്ചിരുന്നു. സൈലത്തിനകത്ത് 18 വിദ്യാർത്ഥികൾക്കാണ് ഫുൾ മാർക്ക് ഉള്ളത്. പക്ഷേ ഒപ്പം തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ അവരുടെ കൺസേൺസും അറിയിച്ചിരുന്നു. ഞങ്ങൾക്ക് മാർക്ക് കുറവാണ്, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും, എസ്പെഷ്യലി ഇൻ ദി കേസ് ഓഫ് മാത്തമാറ്റിക്സ്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് മാത്തമാറ്റിക്സിനകത്ത് മാർക്ക് കുറവാണ്, ഞങ്ങൾക്കിനി A+ എത്താൻ വേണ്ടി സാധിക്കുമോ, ഞങ്ങളിനി എന്ത് ചെയ്യും, വീട്ടിൽ ഒരുപാട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഈ നിമിഷങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്യുക എന്നെല്ലാം തന്നെ ചോദിച്ചുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികളാണ് ഞങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മക്കളെ, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യം മാത്രമാണ്. ഒരാൾ പോലും ഈ നിമിഷം സങ്കടപ്പെട്ടിരിക്കല്ല വേണ്ടത്. ഈ നിമിഷം നമ്മൾക്കൊരു ഊഴമായിട്ട് തന്നെ വേണം എല്ലാവരും കണക്കാക്കുവാൻ. ഈ നിമിഷം എല്ലാവരും പ്രവർത്തിക്കാൻ വേണ്ടി ആരംഭിക്കേണ്ട സമയമാണ്. ഒരു എണ്ണയിട്ട യന്ത്രത്തെ പോലെ എല്ലാവരും പ്രവർത്തിക്കാൻ വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തണം. +1 പോയ മാർക്ക് നമുക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ട്രസ്റ്റ് മീ, നമുക്ക് സാധിക്കും. കാരണം ഒരു രണ്ടാം ഊഴമെന്ന് പറയുന്ന ഒരു സംഭവം കൂടി നമ്മൾക്കുണ്ട്. ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ. ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ സെപ്റ്റംബറിൽ വന്നാലും ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ മാർച്ചിൽ വന്നാലും ഒരാൾ പോലും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മൾക്ക് ഏത് സമയം എക്സാം വന്നാലും അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതിന് അതിഗംഭീരമായ സ്റ്റഡി പ്ലാനുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് 100% വരും. ഒപ്പം തന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ വേണ്ടിയുണ്ട്. ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എളുപ്പമായിരിക്കും. ട്രസ്റ്റ് മീ, ഇംപ്രൂവ്മെൻറ്റ് എക്സാം നമുക്ക് 100% എളുപ്പമായിരിക്കും ഞാൻ പറയുന്നു. അതിനും ഒരു വലിയ കാരണമുണ്ട്. +2 ക്ലാസ്സിൽ പ്രവേശിക്കുമ്പോൾ +2 ക്ലാസ്സിലെ ഓരോ പാഠം പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അത് +1 ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കിയാണ്. ഞാൻ എക്സാമ്പിൾ പറയാം. +2 ക്ലാസ്സിലെ 5ാമത്തെ പാഠമാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഈ ചാപ്റ്ററിൻ്റെ ബേസിക്സ് ലൈ ചെയ്യുന്നത് +1 ക്ലാസ്സിലെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലാണ്. സോ നിങ്ങൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്താണ് +1 ക്ലാസ്സിലെ ലിമിറ്റ്സും കൂടി പഠിച്ചു പോകും. ഇത് മാത്രമല്ല, +2 ക്ലാസ്സിലെ ആദ്യ പാഠത്തിൻ്റെ പേര് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. സോ നിങ്ങൾ +2 ക്ലാസ്സിലെ ഓരോ പാഠവും പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പോലും അറിയാതെ +1 ക്ലാസ്സിലെ ഒരുപാട് ഭാഗങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകും. പിന്നെ അവസാനത്തെ ഒരു റിവിഷൻ ക്ലാസ്സും കൂടി മതി. ഒരുപാട് വിദ്യാർത്ഥികൾ ഞങ്ങളോട് ചോദിച്ചിരുന്നു, ഈ നിമിഷം പഠിക്കുവാൻ വേണ്ടി ആരംഭിക്കണോ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയെന്ന്. ഒരിക്കലും അത്തരത്തിൽ ഒരാൾ പോലും പ്രവർത്തിക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ നിമിഷം പഠിക്കേണ്ടത് +2 ക്ലാസ് ആണ്. +2 ക്ലാസ്സിലെ ഓരോ പാഠവും അതിഗംഭീരമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി പഠിക്കുവാൻ വേണ്ടി നമുക്ക് സമയമുണ്ട്. നോട്ടിഫിക്കേഷൻ വരും, നമുക്ക് എക്സാമിൻ്റെ ഇടയിൽ ഒരുപാട് ഗ്യാപ്പുകൾ ഉണ്ടാവും. ആരും അക്കാര്യം ആലോചിച്ച് ഒരു കാരണവശാലും പേടിക്കണ്ട. നമ്മളെല്ലാം തന്നെ പഠിച്ച് അതിഗംഭീരമായിട്ട് ഫുൾ മാർക്കിന് എത്തിക്കുന്ന രീതിക്കുള്ള പ്രിപ്പറേഷൻ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കും. നിങ്ങൾ ഫുൾ മാർക്കിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു വലിയ കോമ്പറ്റീറ്റീവ് വേൾഡിലാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, എക്സാം ഇത്രമേൽ ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞിട്ട് കൂടിയും സൈലത്തിനകത്ത് പഠിച്ച 18 വിദ്യാർത്ഥികൾക്കാണ് 520-ൽ 520 മാർക്ക് ലഭിച്ചിരിക്കുന്നത്. 300 വിദ്യാർത്ഥികൾക്ക് മേലെയാണ് 99% മാർക്ക് നേടിയിരിക്കുന്നത്. സോ ഇത്രമേൽ വിദ്യാർത്ഥികൾ അതിഗംഭീരമായിട്ട് പഠിക്കുന്നുണ്ട്. എക്സാം എത്ര ഹാർഡാണെന്ന് പറഞ്ഞാലും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അതിഗംഭീരമായ മാർക്കുണ്ട്. നമ്മളും ആ ലെവലിലേക്ക് ഉയരണം. അതിനുവേണ്ടി എല്ലാ മക്കളും അതിഗംഭീരമായിട്ട് ഈ നിമിഷം തന്നെ പഠിക്കുവാൻ വേണ്ടി ആരംഭിക്കണം. നമ്മളും ആ കോമ്പറ്റീഷനിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് ഭാവിയിൽ വരുന്ന ഏത് കോഴ്സിലേക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ ഒരാൾ പോലും ഈ നിമിഷം +1 മാർക്ക് കുറഞ്ഞത് എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നതിനായി ഈ നിമിഷം എല്ലാ വിദ്യാർത്ഥികളും +2 ക്ലാസ് അതിഗംഭീരമായിട്ട് പഠിക്കുക. +1 നമ്മൾ വഴിയെ അതിഗംഭീരമായിട്ട് പഠിച്ച് അതിലേക്ക് ഫുൾ മാർക്കിലേക്ക് എത്തിക്കുന്നു ഉറപ്പ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സൈനിങ് ഓഫ് അഫ്നാസ് AK ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ. താങ്ക് യു ഓൾ. താങ്ക് യു.